ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നു എന്നുള്ള ആരോപണം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ആരോപണം ഉന്നയിച്ചിരുന്നു. സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആസ്തികൾ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സമിതിയെ അന്ന് നിയോഗിക്കുകയും ചെയ്തു. ആ സമിതിയിലും ഇതേ അതിവിശ്വസ്തനായിട്ടുള്ള K. ജയകുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശതകോടികളുടെ സ്വത്ത് കൃത്യമായിട്ട് എണ്ണിത്തിട്ടപ്പെടുത്തി സുരക്ഷിതമാക്കിയ വ്യക്തിയായിട്ടുള്ള ജയകുമാറിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാലത്തും ദേവസ്വം സ്വത്ത് സംരക്ഷിക്കുവാനുള്ള ഒരു നിയോഗം വന്നിരിക്കുകയാണ്. ആ നിയോഗം അദ്ദേഹം വളരെ കൃത്യമായും ഉത്തരവാദിത്തത്തോടെയും നടപ്പിലാക്കും എന്ന് തന്നെ വിശ്വസിക്കുകയും ചെയ്യാം. അപ്പോൾ സർക്കാർ ഈ നിയോഗം ഏൽപ്പിച്ചത് എന്ന് സർക്കാർ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നിയോഗം എന്ന് പറയുന്നത് ജയകുമാർ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു തീർക്കേണ്ടതാണ്. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ടതാണ്. ശബരിമലയുടെ തീർത്ഥാടനം അത് സുഗമമാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ, ആ ദേവസ്വം ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളടക്കം ഒരു പ്രൊഫഷണൽ ലൈനിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ പോവുകയാണ്. അതാണ് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായിട്ട് വരുന്ന K. ജയകുമാറിന്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.